ഹലോ, വെൽക്കം ടു മൈ ചാനൽ. വിഷു കഴിഞ്ഞ ദിവസങ്ങളാണ്. അപ്പോൾ വിഷു കഴിഞ്ഞെങ്കിൽ കൂടിയിട്ട് ഞാൻ ഇന്ന് ആണ് വിഷുക്കട്ട ഉണ്ടാക്കി കാണിക്കാൻ പോണത്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോന്ന് അറിയില്ല, എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, വിഷു കഴിഞ്ഞില്ലേ. പക്ഷേ വിഷുക്കട്ട, നമ്മളെ വിഷുക്കട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വിഷുക്കട്ട വിഷുവിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഏത് ഡിഷും നമ്മൾ വീണ്ടും വീണ്ടും പല ഫങ്ഷൻ നമ്മൾ ഉണ്ടാക്കും. പക്ഷേ വിഷുക്കട്ട അന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താണ് അതിൻ്റെ പ്രത്യേകത, എന്താണ് അതിൻ്റെ കാര്യം എന്നറിയില്ല കേട്ടോ. ആരും പിന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിന്ന് വിഷുക്കട്ട ഉണ്ടാക്കുമ്പോൾ കൃത്യമായ കണക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് മൺചട്ടിയിലൊന്നും വയ്ക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ കുക്കറിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ വിഷുക്കട്ടയ്ക്ക് നമുക്ക് ഏറ്റവും അത്യാവശ്യം നാളികേരം വേണം, അരി വേണം. അപ്പോൾ അരി, അതിൻ്റെ കാര്യം പിന്നെ പറയാം. നാളികേരം എന്ന് പറഞ്ഞാൽ മൂത്ത നാളികേരം ആവാൻ പാടില്ല, അതിൻ്റെ ഇടയിലുള്ള നാളികേരമായിരിക്കും. നല്ല മധുരം ഉണ്ടാവണം, കഴിച്ച് നോക്കുമ്പോൾ ഒരു മധുരിപ്പ് വേണം ആ നാളികേരത്തിന്. ആ നാളികേരമാണ് നമുക്ക് ആവശ്യം. പിന്നെ അരി എന്ന് പറഞ്ഞാൽ പുന്നെല്ലിൻ്റെ അരിയാണ് ഇതിന് ഉപയോഗിക്കുക. അപ്പോൾ അതിപ്പോൾ കുത്തിച്ച് കൊണ്ടുവന്ന ആദ്യത്തെ അരി. അപ്പോൾ അത് ഞാനിപ്പോൾ എടുക്കുന്നത് 3 കപ്പാണ് കേട്ടോ. ആ അരിക്ക് നല്ല പ്രത്യേകതയുണ്ട്. അതിന് ഇത്തിരി എന്താ പറയുക, അതിന് നെല്ലൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. അതൊക്കെ അങ്ങനെ പറക്കി കളയാനായിട്ടാണ്, സ്വാദും കൂടുതലായിരിക്കും. അപ്പോൾ അതെനിക്ക് കിട്ടി ആ അരി. അപ്പോൾ അതങ്ങനെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ എനിക്ക് ഇങ്ങനെ കൃഷിയൊന്നുമില്ല നെല്ലിൻ്റെ കേട്ടോ. എനിക്കിഷ്ടമുണ്ട് അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇവിടെ കിട്ടി. അതിനുള്ള ഇത് കിട്ടിയിട്ടില്ല, നോക്കണുണ്ട്, നമ്മൾ ശ്രമിക്കും. അപ്പോൾ അരി എടുക്കണം കേട്ടോ. അപ്പോൾ അരി 3 കപ്പാണ് എടുക്കുന്നത്. 3 കപ്പ് അരിക്കാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പകുതി മതി എന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി. 3 കപ്പ് അരിക്ക് ഏകദേശം ഒരു 10 പേർക്ക് കഴിക്കാനുണ്ടാവും കേട്ടോ വിഷുക്കട്ട. നല്ലോണം കഴിക്കുന്നവരാണെങ്കിൽ ഒരു 8 പേർക്ക് കേട്ടോ. അപ്പോൾ നമ്മളെ അളവ് അങ്ങനെയാണ് അരിയുടെ വരുന്നത്. നെല്ല് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നെല്ലുണ്ടായിരുന്നു കുറേ. അപ്പോൾ അതൊക്കെ പറക്കി കളയണം കേട്ടോ. അപ്പം ഇനി കഴുകി കൊണ്ടുവരണം, അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നാളികേരത്തിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ നാളികേരം നമ്മൾ അളന്ന് വയ്ക്കാം. ഒരു 4 ഗ്ലാസ് നാളികേരം, 3 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് നാളികേരമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നല്ല നാളികേരത്തിൻ്റെ ഒരു കറുപ്പ് കളറൊന്നും ഇല്ലാത്ത നല്ല നാളികേരം ആവണം എടുക്കാനായിട്ട്. അപ്പം ഞാൻ നല്ല മധുരം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ മധുരം വേണം. മൂത്ത നാളികേരമാകുമ്പോൾ അങ്ങനെ മധുരം ഉണ്ടാവില്ല. പിഴിഞ്ഞെടുത്താൽ ശരിക്കും പാല് വരെ ഇത്തിരി മൂത്ത നാളികേരത്തിൽ നിന്ന് തന്നെയാണ്, പക്ഷെ സ്വാദ് ഉണ്ടാവുക ഈ നാളികേരത്തിൽ നിന്ന്. അപ്പം 4 കപ്പ് അളന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നാളികേരം അരച്ചെടുക്കാനായിട്ട് ചെറിയ ജാറെടുക്കാം, മിക്സിയുടെ നന്നായിട്ട് അരയുന്ന ചെറിയ ജാറെടുത്ത് അതിലേക്ക് ഓരോ കപ്പ് ഇട്ട് കൊടുത്ത് 1 കപ്പ് വെള്ളം, 1 കപ്പ് നാളികേരം 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫൈനായിട്ട് എത്രത്തോളം അരയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ അരച്ച് എടുക്കുക. അപ്പോൾ 4 കപ്പ് ചേർക്കുമ്പോൾ 4 കപ്പ് നാളികേരപ്പാൽ തിക്കായത് നമുക്ക് കിട്ടും. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. 4 കപ്പ് നാളികേരത്തിന് 4 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ അടിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ചുവന്നുള്ളി കൂടി അതിൽ ചേർക്കുക, 2 3, ചെറുതാണെങ്കിൽ 3 എണ്ണം. അത് ആദ്യത്തെ ജാറിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ ഇട്ടാൽ മതി, അല്ലാതെ എല്ലാത്തിലും നമ്മൾ 3 തന്നെ ഇട്ടൊന്നും വേണ്ട. ആകെ 3 ചുവന്നുള്ളി മാത്രം മതി, നല്ല സ്വാദായിരിക്കും അത് ചേർത്ത് കഴിഞ്ഞാൽ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് പിഴിഞ്ഞ് നമ്മൾ വലിയ ജാറിലേക്ക് ഇടുക. വലിയ ജാറിലേക്ക് ഇടുകയെന്ന് വെച്ചാൽ നമ്മൾ അത് വല്ലാതെ അരയ്ക്കൊന്നും വേണ്ട. ഇനി നമുക്ക് ഇത്തിരി വെള്ളമൊഴിച്ച് അടിച്ചെടുക്കാൻ വേണ്ട വലിയ ജാറിൽ. എല്ലാതും പിഴിഞ്ഞതിന് ശേഷം ജാറിലേക്ക് ഇട്ടിട്ട് പിന്നെ ആ ജാറിൽ അടിച്ചെടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഇത് മാറ്റി വയ്ക്കാം, ഈ തിക്കായ പാല് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് 4 ഗ്ലാസ് ഉണ്ടാവും, 4 ഗ്ലാസ് വെള്ളമാണല്ലോ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അത് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. നല്ല സ്വാദാണ് വിഷുക്കട്ട കൂട്ടിയിട്ട്. അതിൻ്റെ കോമ്പിനേഷൻ ചിലർ നോൺ കൂട്ടി കഴിക്കുന്നവരുണ്ടാവും, ചിലർ തേൻ കൂട്ടി കഴിക്കുന്നവരുണ്ടാവും, ശർക്കര കൂട്ടി കഴിക്കുന്നവരുണ്ടാവും. ഇവിടങ്ങളിലൊക്കെ കഴിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നാളികേരം ചെരുകി അത് പഞ്ചസാര ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വിതറിയിട്ടിട്ട് ഇത് കടിച്ച് തിന്നാണ് ചെയ്യുക. അത് നല്ല സ്വാദായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, ഇന്നലെയാണ് ഞാൻ അതിൻ്റെ കോമ്പിനേഷൻ കേട്ടത്. ഒരാൾ ഇവിടെ കഴിക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതിൽ കുറച്ച് ചെറുപയർ കൂടി ചേർക്കും അവർ, എന്നിട്ടാണ് ഉണ്ടാക്കുന്നത് പാലക്കാട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക കേട്ടോ. എല്ലാതും പിഴിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. 4 ട്രിപ്പായിട്ട് അരച്ച് എടുത്തതാണ്. ഇനി ഒരു അടി കൂടെ അടിച്ചെടുക്കുള്ളൂ, പിന്നെ ഇനി വീണ്ടും ഇല്ല. അപ്പോൾ 2 പാലേ ഉള്ളൂ, ഈ തിക്കായ പാലും പിന്നെ വലിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടിക്കുന്നത് കേട്ടോ.
ഈ പാല് പിഴിഞ്ഞെടുക്കേണ്ട സമയം വേണ്ടോ, അല്ലാണ്ട് കൂടുതലാണ്. അപ്പോൾ തിക്കായ പാല് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് വലിയ ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോൾ 4 പിന്നെ 2 6 ഗ്ലാസ് കേട്ടോ വെള്ളം. ഒട്ടാകെ 6 ഗ്ലാസ് ആവും. പിന്നെ വേണ്ടത് നമ്മളെ കുക്കറാണ്. കുക്കർ വൃത്തിയായി കഴുകി കൊണ്ടുവന്ന് വയ്ക്കുക. അരി കഴുകി കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ചേർത്ത് ഉണ്ടാക്കുക വേണ്ടോ. അപ്പോൾ കുക്കറിലേക്ക് 1 2 3 ഗ്ലാസ് ഉണ്ട് കേട്ടോ പാല്. അത് 1 ഗ്ലാസ് കൂടെ വെള്ളം ഞാൻ അതിൽ ഒഴിച്ചതാണ്. എന്നിട്ട് നമ്മൾ തിക്കായ പാലിൽ നിന്ന് 1 2 അപ്പോൾ 5 ഗ്ലാസ് പാല് എടുത്തിട്ട് കുക്കറിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അരി കഴുകി അതിലിടാം. അരി ഇങ്ങനെ കുത്തി ചെറിയ ചെറിയ അരിയായിട്ടുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വെള്ളമൊന്നും വേണ്ട. വേഗം അത് അടുപ്പിൽ നമുക്ക് കുക്കറിലൊന്നും വേണ്ട, ഒരു ചട്ടി വെച്ചിട്ട് അതിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് പ്രധാനമാണ്. നമ്മളത് കറക്റ്റ് നോക്കി ഇടണം. അത് പാലിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉപ്പ് നന്നായിട്ട് നോക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. വിസിൽ വരണ്ട, ഒരു ചെറിയതായിട്ട് ഒന്ന് കയറുക വേണ്ടോ കേട്ടോ. ഒന്ന് വിസിലിൻ്റെ തുടക്കം മാത്രം, അപ്പം തന്നെ ഓഫ് ചെയ്യാം. നിങ്ങളുടെ കുക്കർ എങ്ങനെയാണെന്ന് അറിയാൽ പല കുക്കറിലും അങ്ങനെയാണ്. ഇപ്പം ഞാനത് തുറന്നു നോക്കിയപ്പോൾ ഇതാ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിക്കായിട്ടുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2 ട്രിപ്പായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യത്തേത് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ പിന്നത്തേത് ഒഴിക്കും. അല്ലാണ്ട് ഞാൻ തൻപാൽ മാറ്റി വയ്ക്കില്ല. തൻപാൽ മാറ്റി വെച്ചിട്ട് ഏറ്റവും അവസാനം ഒഴിച്ചിട്ട് ചെയ്താലും മതി. പക്ഷെ അത് വേഗം കേടാവും. ഇതിങ്ങനെ ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ വേഗം കേടാവുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിക്കാക്കി എടുക്കുക കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അത് തിക്കാവും. തിക്കായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിനാവും. കണ്ടോ, നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഇത് ഉരുളിയിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നമ്മൾ ഉരുളിയിലേക്ക് ആക്കിയിട്ട് നമ്മളത് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഇളക്കാനും സൗകര്യമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരു പാത്രം കഴുകലില്ല വേണ്ടു എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ചുക്കും ജീരകവും പൊടിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ല, ചിലർ അതിൽ ഏലക്കായ പൊടിച്ചിടുന്നവരുണ്ട്. ഞാനിപ്പോൾ ചുക്കും ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി പാകത്തിനായിട്ട് തിക്കായിട്ട് വരും. ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ. എല്ലാ പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വാഴയില വെട്ടിയെടുത്ത് അതിലങ്ങോട്ട് പരത്തി വയ്ക്കാം. അതാണ് അതിൻ്റെ രീതി. അതുകൊണ്ട് വാഴയിലയിൽ വെക്കുന്നത് കേട്ടോ. നമ്മൾ പ്ലേറ്റിലൊക്കെ ശരിക്കും കട്ട് ചെയ്ത് ഇങ്ങനെ സ്ക്വയറായിട്ട് നല്ല ഡയമണ്ട് ഷേപ്പിലൊക്കെ കിട്ടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് ഒതൻറ്റിക്കായിട്ട് നമ്മളിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതാണ് ഇല വന്നത് കേട്ടോ. അപ്പോൾ ഇലയിൽ ഞാനിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ വിഷുക്കട്ടി ഉണ്ടാക്കണതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ വിഷുക്കഞ്ഞി എന്ന് പറയും ചിലയിടത്ത് വിഷുക്കട്ട എന്ന് പറയും. കട്ടയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു വിഷുക്കട്ടയാണ് അതിൻ്റെ ശരിയായ രൂപം. വിഷുക്കഞ്ഞി എന്ന് പറയുമ്പോൾ ഇത്രയും കൂടെ ലൂസായിട്ടുള്ള കോരി കുടിക്കുന്ന രൂപത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് വിഷുക്കട്ടയുടെ ഒരു മുകളിൽ ഗാർണിഷ് ചെയ്യുക. കുറച്ചും കൂടെ ജീരകമൊക്കെ ഇങ്ങനെ വെതറിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സൈഡിലേക്കൊക്കെ ആക്കി സ്ക്വയറാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിത് മുറിച്ച് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ വിഷുക്കട്ട ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. അപ്പോൾ ഇനി അടുത്ത വിഷുവിനെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് തൃശ്ശൂർക്കാരുടെ വിഷുക്കട്ട. അപ്പോൾ ഞങ്ങളെ ഏരിയയിലുള്ള വിഷുക്കട്ടയാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ. പല ഏരിയയിലും പല തരത്തിലാണ് വിഷുക്കട്ട വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വിഷുക്കട്ടി ഉണ്ടാക്കി നോക്കുക. സമയമൊന്നും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴായാലും ഉണ്ടാക്കട്ടെ. ഓക്കെ, വീണ്ടും കാണാം കേട്ടോ. ബൈ.